IFFKയിലെ കേന്ദ്ര ഇടപെടൽ. അതെ, IFFKയിൽ 19 സിനിമകളുടെ പ്രദർശനത്തിൽ അനിശ്ചിതത്വം ഇപ്പോഴും തുടരുകയാണ്. 5ാം ദിനമായ ഇന്ന് 9 ചിത്രങ്ങളുടെ പ്രദർശനം മുടങ്ങും. പ്രദർശനാനുമതി നിഷേധിച്ച് മേളയെ അട്ടിമറിക്കാനുള്ള ശ്രമം നടക്കുന്നതായാണ് വിലയിരുത്തൽ. ഫലസ്തീൻ പ്രമേയമാക്കിയുള്ള ചിത്രങ്ങൾക്കും കേന്ദ്ര സർക്കാർ നിലപാടുകളെ വിമർശിക്കുന്ന ചിത്രങ്ങൾക്കുമാണ് അനുമതി നിഷേധിച്ചത്. അതേസമയം മേളയിൽ പ്രദർശിപ്പിക്കാത്ത ചിത്രങ്ങൾ തെരുവിൽ പ്രദർശിപ്പിക്കുമെന്ന് DYFI. RB സനൂപ് വിശദാംശങ്ങൾ നൽകും. സനൂപ്, എത്ര ചിത്രങ്ങളാണ് ഇപ്പോൾ നിലവിൽ പ്രദർശിപ്പിക്കാൻ കഴിയില്ല എന്ന അവസ്ഥയിലുള്ളത്? എന്തുകൊണ്ടാണ്? അതിൻ്റെ കണ്ടന്റിൽ എന്താണ് ഇപ്പോൾ കേന്ദ്രം കാണുന്ന പ്രശ്നം? അപ്പോൾ പൂർണ്ണമായും ഈ ചിത്രം മേള കഴിയുന്നതിനിടയിൽ പ്രദർശിപ്പിക്കാൻ കഴിയില്ല എന്ന അവസ്ഥയിൽ തന്നെയാണ് ഉള്ളത്, അതോ അതിനകത്ത് ഒരു അനിശ്ചിതത്വം തുടരുന്നു എന്നുള്ളതാണോ? അപ്പോൾ DYFIയുടെ നിലപാട് എന്താണ്? സൈഫുദ്ദീൻ, 19 സിനിമകളുടെ പ്രദർശനാനുമതിയാണ് കേന്ദ്ര ബ്രോഡ്കാസ്റ്റിംഗ് മന്ത്രാലയം പ്രദർശനാനുമതി നൽകാതെ മുടക്കിയത്. അതുകൊണ്ട് തന്നെ ചലച്ചിത്രമേളയുടെ നടത്തിപ്പ് തന്നെ വലിയ അനിശ്ചിതത്വത്തിൽ നിൽക്കുകയാണ്. 19 ചിത്രങ്ങൾ എന്ന് പറയുമ്പോൾ വിഖ്യാത ചിത്രങ്ങൾ അടക്കം ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. ബാറ്റിൽഷിപ്പ് പോട്ടങ്കീൻ ഉൾപ്പെടെയുള്ള ചിത്രങ്ങൾ. അതേപോലെ ഇത്തവണ സിനിമയിൽ അച്ചീവ്മെന്റ്, ലൈഫ് ടൈം അച്ചീവ്മെന്റ് അവാർഡൊക്കെ കിട്ടിയ ബമാക്കോ, പലസ്തീൻ 36, സ്പാനിഷ് ചിത്രമേളയുടെ ബീഫ്, അങ്ങനെ 19 ചിത്രങ്ങളുടെ പ്രദർശന അനുമതിയാണ് നൽകാത്തത്. ഇതിന് പ്രധാന കാരണമായിട്ട് ബ്രോഡ്കാസ്റ്റിംഗ് മന്ത്രാലയം ചൂണ്ടിക്കാണിക്കുന്നത് ഇതിന്റെ പ്രദർശന അനുമതിക്കുള്ള അപേക്ഷ വൈകിയാണ് ചലച്ചിത്ര അക്കാദമി നൽകിയെന്നുള്ള കാരണമാണ്. പക്ഷേ തെരഞ്ഞു പിടിച്ചാണ് ചിത്രങ്ങൾ റദ്ദാക്കിയെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. കാരണം ഫലസ്തീൻ അനുകൂല ചിത്രങ്ങൾ ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. അതേപോലെ തന്നെ കേന്ദ്ര സർക്കാരിനെ വിമർശിക്കുന്ന ചിത്രങ്ങൾ ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. പക്ഷേ എന്തിനാണ് ഈ വിഖ്യാതമായിട്ടുള്ള ബാറ്റിൽഷിപ്പ് പോട്ടങ്കീൻ, റഷ്യൻ ചിത്രം ഉൾപ്പെടെയുള്ളതൊക്കെ ഈ പറയുന്ന പ്രദർശന അനുമതി നൽകാത്തെന്നുള്ള കാര്യത്തിൽ ഒരു വിശദീകരണവും നൽകുന്നില്ല. കൃത്യമായിട്ടുള്ള മെയിൽ അയച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് ചലച്ചിത്ര അക്കാദമിയും വ്യക്തമാക്കുന്നത്. ഇത് ചലച്ചിത്രമേളയെ അട്ടിമറിക്കാനുള്ള ശ്രമമായിട്ട് തന്നെയാണ് ഈ ചലച്ചിത്ര പ്രേമികളും അതുപോലെ തന്നെ സംഘാടകരും ഒക്കെ തന്നെ ആരോപിക്കുന്നത്. ഇന്നലെ തന്നെ ശക്തമായിട്ടുള്ള പ്രതിഷേധം ഡെലിഗേറ്റുകളുടെ ഭാഗത്തു നിന്നും അതേപോലെ തന്നെ രാഷ്ട്രീയ പാർട്ടികളുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട്. CPM ജനറൽ സെക്രട്ടറി MA ബേബി അടക്കമുള്ളവർ അവിടെ ഇന്നലെ പ്രതിഷേധിക്കുകയും ചെയ്തിരുന്നു. അതുകൊണ്ടാണ് DYFI വ്യക്തമാക്കിയത് ഇവിടെ പ്രദർശനാനുമതി നൽകാത്ത 19 ചിത്രങ്ങൾക്കും പുറത്ത് അവർ പ്രദർശിപ്പിക്കുമെന്നുള്ള കാര്യം. നമുക്കറിയാം, ഇത് ആദ്യമായിട്ടല്ല ഇങ്ങനെ ചലച്ചിത്രമേളയ്ക്ക് വരുന്ന ചിത്രങ്ങൾക്ക് ഈ വിലക്ക് കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തുനിന്ന് വരുന്നത്. മുമ്പ് ഈ കൊൽക്കത്ത ഫിലിം ഫെസ്റ്റിവലിലും സമാനമായിട്ടുള്ള സംഭവം ഉണ്ടായി. പക്ഷേ അന്ന് ഈ കേന്ദ്ര ബ്രോഡ്കാസ്റ്റിംഗ് മന്ത്രാലയത്തിന്റെ എതിർപ്പ് മറികടന്നുകൊണ്ട് മമതാ ബാനർജി സർക്കാർ ആ ചിത്രങ്ങളൊക്കെ തന്നെ അവിടെ പ്രദർശിപ്പിക്കാൻ തീരുമാനിക്കുകയും പ്രദർശിപ്പിക്കുകയും ചെയ്തു. സമാനമായിട്ടുള്ള രീതിയിലേക്ക് കേരളത്തിലെ അന്താരാഷ്ട്ര ചലച്ചിത്രമേളയിൽ ഉണ്ടാവുമോ എന്നുള്ളതാണ് ഉയരുന്ന പ്രധാനപ്പെട്ട ചോദ്യം. എന്തായാലും ഈ ചിത്രങ്ങൾക്ക് ഇതുവരെയായിട്ടും ഈ പ്രദർശനാനുമതി നൽകിയിട്ടില്ല. ഇന്നും ഈ ഗണത്തിൽപ്പെട്ട 9 ചിത്രങ്ങൾ പ്രദർശിപ്പിക്കാൻ വേണ്ടി തീരുമാനിച്ചിരുന്നു. പക്ഷേ അനുമതി കിട്ടാത്തതുകൊണ്ട് ആ ചിത്രങ്ങളൊക്കെ തന്നെ മുടങ്ങും. ഇതിൽ വലിയൊരു അമർഷത്തിൽ തന്നെയാണ് ഡെലിഗേറ്റുകളും നിൽക്കുന്നത്. എന്താണ് പ്രധാനപ്പെട്ട കാരണമെന്ന് പറയാൻ തയ്യാറാവുന്നില്ല. അപേക്ഷ ലഭിച്ചപ്പോൾ വൈകിപ്പോയി എന്നുള്ള കാര്യം മാത്രമാണ് ബ്രോഡ്കാസ്റ്റിംഗ് മന്ത്രാലയം ഇതിനുള്ള വിശദീകരണമായിട്ട് നൽകുന്നത്. എന്തായാലും വലിയ പ്രതിഷേധം ഉണ്ടാവുന്ന അല്ലെങ്കിൽ ഉണ്ടാക്കേണ്ട ഒരു വിഷയം തന്നെയാണ് അത്. കാരണം ഒരു സിനിമ പോലും ഇത് ഇത്രയും കാലം വളരെ നന്നായി തന്നെ നടന്നുകൊണ്ടിരുന്ന ഒരു മേളയെ ആകെ അലങ്കോലപ്പെടുത്തുന്ന ഒരു തീരുമാനം കൂടിയാണ് ഉണ്ടായിരിക്കുന്നത്. വലിയ പ്രതിഷേധങ്ങൾ ഉയരുമെന്നുള്ള കാര്യത്തിൽ വംശഹത്യ വിഷയമായ ചിത്രങ്ങളൊക്കെയാണ് കേന്ദ്രം വെട്ടുന്നത്.